പ്രിയരെ, ഇന്നൊരു കഥ പറയാം. കണ്ണൂരിന്റെ മാനസപുത്രന്റെ കഥ. നിങ്ങൾക്കറിയുമോ കണ്ണൂരിന്റെ മാനസപുത്രൻ ആരായിരുന്നു? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സന്തോഷത്തിന്റെ വർഷം. ആ വർഷം തന്നെ ദുഃഖത്തിന്റെ വർഷം കൂടിയായിരുന്നു. കാരണം ഇന്ത്യ വിഭജിക്കപ്പെട്ടു. മാതൃരാജ്യം രണ്ടായി മുറിച്ചു മാറ്റിയതിന്റെ വേദനയായിരുന്നു നമുക്കുണ്ടായിരുന്നു. 1948 നമ്മുടെ പ്രിയങ്കരനായ മഹാത്മാഗാന്ധി രക്തസാക്ഷിയായ ദുഃഖത്തിന്റെ മറ്റൊരു വർഷം. അങ്ങനെ സംഭവബഹുലവും സംഘർഷഭരിതവുമായ ആ കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1949 അവസാനത്തിൽ, അങ്ങ് കണ്ണൂരിലെ കൊച്ചു ഗ്രാമമായ കടവത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നും ഒരാൾ നടന്നു പോകുന്നുണ്ട് മയ്യഴി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ മയ്യഴി റെയിൽവേ സ്റ്റേഷൻ വഴി അദ്ദേഹം ഒരു യാത്ര തിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ യാത്ര അങ്ങ് പാകിസ്ഥാനിലേക്ക്. ആത്മവിശ്വാസവും ധൈര്യവും മാത്രം കൈമുതലാക്കി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഉറച്ച കാൽവെപ്പുകളിലൂടെ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് കടവത്തൂർ ഗ്രാമത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കണം. അതായിരുന്നു കടവത്തൂർ സുൽത്താൻ എന്ന് പിന്നീട് അറിയപ്പെട്ട VNK എന്ന 3 അക്ഷരത്തിൽ ഇതിഹാസം തീർത്ത വടക്കേ ഞോലയിൽ കുഞ്ഞഹമ്മദ് ഹാജി എന്ന പ്രവാസി VNK. നമുക്കറിയാം, ഉസ്താദ് ഹോട്ടൽ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ പറയുന്നുണ്ട് ഉപ്പൂപ്പ സുലൈമാനിയിൽ ഒളിപ്പിച്ചു വെച്ച മുഹബത്തിൻ്റെ കഥ. അതുപോലെ VNK കരുതി വെച്ചത് മുഹബത്തായിരുന്നു. ചായപ്പൊടിയിൽ ഒളിപ്പിച്ചു വെച്ച മുഹബത്ത്. ആ ചായപ്പൊടിയിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹക്കൂട്ടുമായി വിഭജനം മുറിപ്പാട് തീർത്ത അതിർത്തി മുഴുവൻ സ്നേഹം വിതറി പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചു അദ്ദേഹം. VNK എന്ന പ്രവാസിയുടെ, ലോകസഞ്ചാരിയുടെ, ദിഷണാശാലിയുടെ, പണ്ഡിതന്റെ, നവോത്ഥാന നായകന്റെ, വ്യവസായിയുടെ, സാമൂഹിക പരിഷ്കർത്താവിൻ്റെ, പരിസ്ഥിതി സംരക്ഷകന്റെ പ്രവാസ ജീവിതകഥ അവിടെ തുടങ്ങുകയായിരുന്നു. പാകിസ്ഥാനിൽ ആദ്യം പോയി തുടങ്ങിയത് തേയില വ്യാപാരമാണ്. ആ തേയില വ്യാപാരത്തിൽ അദ്ദേഹം ആധുനിക ബിസിനസ്സിൻ്റെ ഒരു സമവാക്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കാലത്തിന് മുന്നേ സഞ്ചരിച്ച് പാകിസ്ഥാനിലെ ആദ്യത്തെ തേയില കമ്പനിയായ മലബാർ ടീ കമ്പനി സ്ഥാപിക്കുന്നു. 25 വർഷം നീണ്ടുനിന്ന പ്രവാസം പാകിസ്ഥാനിൽ. പിന്നീട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം കാരണം അദ്ദേഹം പിന്നീട് യാത്ര തിരിക്കുന്നുണ്ട്. എവിടേക്കെന്നറിയോ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക്. 1971-72 കാലഘട്ടത്തിലായിരുന്നു ആ യാത്ര. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് പതിച്ചു നടപ്പെട്ട പ്രവാസ ജീവിതത്തിന്റെ 2ാമത്തെ ഏട്. അതുമായി അടുത്ത ആഴ്ച കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹീർ, ഫൗണ്ടർ സ്റ്റോറീസ്. താങ്ക് യു.